ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ നാം എന്ത് കാണുന്നു. വാട്ട് ഡു വി സീ ഇൻ ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ആധാരമായിട്ട് ഒരു വേദവാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 67-68 വാക്യങ്ങൾ ഇപ്പോൾ വിൻസിസ്റ്റർ വായിച്ച് നമ്മെ കേൾപ്പിക്കും. വായിച്ചാട്ടെ. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. സ്തോത്രം. ഇവിടെ യേശു അഭിസംബോധന ചെയ്യുന്നത്, ഇതിന് തൊട്ട് മുന്നമേ അഭിസംബോധന ചെയ്തത് ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. യേശുവിനെ ഡെലിബറേറ്റ്ലി സെർച്ചിങ് ഫോർ ഹിം, അവനെ അന്വേഷിച്ചുകൊണ്ട് ഓടി വരികയാണ്. നമ്മൾ എന്തിനാണ് പലപ്പോഴും യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നത്? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പലരും ഇന്ന് യേശുവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത് നമ്മുടെ കാര്യമല്ല. എങ്കിലും ഞാൻ പാരമ്പര്യമായിട്ടൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ പരിചയമുണ്ട്, യേശുവിനെ പരിചയമുണ്ട്, അതുകൊണ്ട് നാം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. കാരണം പേരൻസിൽ നിന്നും മറ്റും കേൾക്കുന്നത്, സൺഡേ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞ് അങ്ങനെ ഞാൻ കടന്നു വരുന്നു. പലരും അത് പറയും. എന്നാൽ മറ്റു ചിലർ പറയും, ഞങ്ങൾ യേശുവിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, വിടുതലുകളുണ്ട്, ആശ്വാസമുണ്ട്, സൗഖ്യമുണ്ട്, നമ്മുടെ പ്രൊവിഷനുണ്ട്, എല്ലാത്തിനും ദൈവം യേശു മധ്യയായവൻ. അങ്ങനെ നമുക്ക് ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്ന ഒരു സുപ്രീം പവർ ആണ് യേശു. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരും. നമ്മളോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ ഇന്ന് ആയിരിക്കുന്നത്? എന്താണ് നമ്മൾ അവനിൽ കണ്ടത്? എന്താണ് നമ്മൾ അവനിൽ കണ്ടത്? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂട്ടം ആളുകൾ ഇതിനു മുന്നമേ തേടി അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടകു കയറി യേശുവിനെ തിരഞ്ഞ് കഫർദൂമിലെത്തി. കടൽക്കര അവനെ കണ്ടപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അവർ ആദ്യം ഒരു തീരത്ത് പോയി. അവിടെ യേശുവിനെ കണ്ടില്ല. യേശു എങ്ങനെ പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. ശിഷ്യന്മാർ പോകുന്നത് കണ്ടു, എന്നാൽ യേശു പോകുന്നത് കണ്ടില്ല. എന്നാൽ തിരിഞ്ഞ് അവിടെ എത്തിയപ്പോൾ യേശുവിനെ കാണുന്നില്ല. വീണ്ടും അവർ വള്ളമെല്ലാം പിടിച്ച് അവർ വീണ്ടും വന്ന് കഫർന്നഹൂമിൽ എത്തിയപ്പോൾ അവിടെ യേശുവിനെ കണ്ടു. ചോദിക്കുകയാണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ വന്നു ചേർന്നത്? ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ആഗ്രഹത്തോടെ യേശുവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടെ. എന്നാൽ അവരുടെ ഉള്ളം മനസ്സിലാക്കി യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. കാരണം തൊട്ട് മുന്നെയാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് ഒരു ചില കാര്യങ്ങൾ, നിങ്ങൾ ഇതിനായിട്ടല്ല, നിങ്ങൾ നിത്യജീവങ്കിലേക്കുള്ള അപ്പം അല്ലെങ്കിൽ ആ ഭക്ഷണത്തിനായിട്ട് നിങ്ങൾ വാഞ്ചിക്കണം എന്ന് അവരെ ചില കാര്യങ്ങൾ ഉപദേശിച്ച്, അതിൻ്റെ തന്നെ 53-54 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ അതേ യേശു തന്നെയാണ് ഇന്ന് അവരോട് പറയുന്നത്, നിങ്ങൾ അതുകൊണ്ട് തൃപ്തരാകരുത്. അത് നിങ്ങളുടെ ടെമ്പററി ആയിട്ടുള്ള വിശപ്പടക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യം അത് നിത്യജീവങ്കിലേക്ക് നിങ്ങളെ നടത്തുന്ന ഭക്ഷണമുണ്ട്. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അവർ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ തിടുക്കത്തോടെ യേശുവിനെ അന്വേഷിച്ച് വന്നെങ്കിലും യേശുവിന് അതിൽ അതിയായ സന്തോഷമൊന്നും ഉണ്ടായില്ല. കാരണം അവർ വന്നത് അപ്പം ലഭിച്ചല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ്. എന്നാൽ യേശു അവിടെ തുടർന്നും അവരോട് പ്രബോധിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ അപ്പത്തിനായിട്ടല്ല
മറിച്ച് നിങ്ങളെ നിത്യജീവനിലേക്ക് നടത്തുന്ന അപ്പത്തിനായിട്ട് നിങ്ങൾ അന്വേഷിക്കണം, അതിനായിട്ട് നിങ്ങൾ തേടണം എന്ന് അവരോട് പ്രബോധിപ്പിച്ച് പറയുകയാണ്. സ്തോത്രം. ഇത് പലർക്കും അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല ഈ വിഷയം. അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം എന്നെല്ലാം പറഞ്ഞപ്പോൾ പലർക്കും, ഈവൻ കൂടെ കൂടിയവർ മാത്രമല്ല ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും എന്തുണ്ടായി, ആ സമയത്ത് അവിടെ ഇടർച്ച വന്നു എന്ന് നമുക്ക് വായിച്ച് കേൾക്കാൻ കഴിയും. വായിച്ചാട്ടെ 6:60. അവന്റെ ശിഷ്യന്മാർ പലതും കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും? ഇത്രയും കഠിന വാക്കുകളാണ് സംസാരിക്കുന്നത്. എൻ്റെ മാംസം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഇതൊന്നും അവർക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല, ബുദ്ധിമുട്ടുണ്ടായി. അവർക്ക് ഒരു മിറാക്കിൾ കാണാൻ അവർക്ക് വളരെ ഈസിയാണ് അല്ലേ? 5 അപ്പം അതാ യേശു വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അത് അനേകർക്ക് കൊടുക്കുന്നു, അത് 12 കൊട്ട ബാക്കി ശേഷിക്കുന്നു. ഇതൊക്കെ വളരെ രസകരമാണ്. ഇന്ന് ചർച്ചിൽ പോകുന്നവർ, ഇന്ന് ആരാധനയ്ക്ക് പോകുന്നവർ അധികം പേരും, കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, എന്നാൽ അധികം പേരും കാണാൻ ആഗ്രഹിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫുഡ്, അല്ലെങ്കിൽ ഹീലിംഗ്, അല്ലെങ്കിൽ അങ്ങനെ പലതുമാണ്. ഇതെല്ലാം നമ്മുടെ ആവശ്യമാണ്. യേശു പറഞ്ഞിരിക്കുന്നത്, നിത്യജീവനിലേക്ക് നിങ്ങളെ നടത്തുന്നതായ അപ്പം എനിക്ക് തരാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ ഈ ടെമ്പററി ലൈഫിന് വേണ്ടുന്നത് എല്ലാം അവൻ നമുക്ക് ധാരാളമായിട്ട് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? നമ്മൾ തേടേണ്ടത് എന്താണ്? സ്തോത്രം. അതേക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. ഇത് വളരെ കഠിന വാക്ക് എന്ന് പറഞ്ഞ് പലരും അവനെ വിട്ട് പോകുവാനിടയായി തീർന്നു. എന്നാൽ ആ വാക്കുകളെക്കുറിച്ച് ചില ജനം കഠിന വാക്കുകൾ എന്ന് പറഞ്ഞ അതേ വാക്കുകളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 63-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, ചിലർക്ക് അത് കഠിന വാക്കായിട്ട് തോന്നി. എന്നാൽ ആ വചനങ്ങൾ തന്നെ ഇവിടെ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവും ജീവനുമാണ്. ഈ വചനങ്ങളെ ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. അത് ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ടത് അതാണ്. പലർക്കും ഒരേ കാര്യം തന്നെ പലർക്കും അത് കഠിന വാക്കായിട്ട് തോന്നി. ഈവൻ ശിഷ്യന്മാർക്ക് പോലും അത് കഠിന വാക്കായിട്ട് തോന്നി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് ജീവൻ്റെ വാക്കുകളാണെന്നും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ വാക്കുകൾ ആത്മാവ് ആണ് എന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ വായിച്ച ആ കുറിവാക്യം വരുന്നത്. പത്രോസിനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. പലരും കഠിന വാക്ക് എന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ ആദ്യം വായിച്ചത്. ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും പോകണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളത്തിൽ? സ്തോത്രം. അവനെ ഞാൻ പറഞ്ഞല്ലോ, ഡെലിബറേറ്റ്ലി അവനെ അന്വേഷിച്ച് വന്നവരാണ്. ഒരു തീരത്ത് അവനെ കണ്ടില്ല, അതുകൊണ്ട് അടുത്ത തീരത്തേക്ക് വള്ളം എടുത്തു പോയി. കാരണം അവരുടെ ഉള്ളിൽ ഇവൻ രാജാവായാൽ കൊള്ളാം, ഇവൻ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവനാണ് എന്ന് പറഞ്ഞ് അത്രയും വളരെ തീഷ്ണതയോടെ തേടി വന്നവർ കേൾക്കുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ ഭക്ഷണത്തെക്കുറിച്ചല്ല, ഇപ്പോഴത്തെ സൗഖ്യത്തെക്കുറിച്ചല്ല, കേൾക്കുന്നത് നിത്യജീവനെക്കുറിച്ചാണ്. അതിന് പറയുന്നു, എൻ്റെ മാംസം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? പലരും പോയെടുത്ത് അവിടെ അപ്പസ്തോലനായിരുന്ന പത്രോസ് പറഞ്ഞ വാക്കുകളാണ്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കൽ ഉണ്ട്. പത്രോസ് അവനിൽ കണ്ടത് നിത്യജീവൻ്റെ വചനങ്ങൾ അവൻ്റെ പക്കൽ ഉണ്ട്. അവൻ സംസാരിച്ച വചനങ്ങൾ എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുന്നേ വായിച്ചത് ആത്മാവും ജീവനുമായിരുന്നു. ഇതേ വാക്കുകൾ ശ്രദ്ധിക്കണമേ, ഇതേ വാക്കുകളാണ് ചിലർക്ക് കഠിന വാക്കായിട്ട് തോന്നിയത്. എന്നാൽ ആ കഠിന വാക്കിൽ അപ്പസ്തോലനായിരുന്ന പത്രോസിന് കാണാൻ കഴിഞ്ഞത് എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങൾ അതിൽ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നാം യേശുവിൽ കാണേണ്ടത് എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങളാണ്. സ്തോത്രം. അവിടെ ഈ യേശു അവർക്ക് കൊടുത്തതായ ആ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അവർക്കത് ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ.
പത്രോസ് വീണ്ടും ചില കാര്യങ്ങൾ നമുക്കറിയാം വെളിപ്പെടുത്തിയത് നമുക്ക് കാണാം. അപ്പോൾ പറയുന്നു, സ്വർഗം വെളിപ്പെടുത്തിയതല്ലാതെ നിങ്ങൾക്ക് ഇത് ലഭിക്കത്തില്ല. നാം ദൈവത്തോട് ചോദിക്കണം. ദൈവവചനം വായിക്കുമ്പോഴായാലും ശരി, വചനം കേൾക്കുമ്പോഴായാലും ശരി, നാം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടണം, എനിക്ക് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ കൃപ തരണം. ഒരേ വാക്യം തന്നെ എന്താകും? അത് ചിലർക്ക് കഠിന വാക്കായിട്ട് തോന്നും, ഈവൻ ശിഷ്യന്മാർക്ക് പോലും, കൂടെയുണ്ടെന്ന് തോന്നുന്നവർക്ക് പോലും. എന്നാൽ അത് ജീവനും ആത്മാവുമുള്ള വാക്യങ്ങളാണ് യേശുവിൻ്റെ വാക്കുകൾ. അതിൽ നിത്യജീവനെ കണ്ടെത്താൻ ആർക്ക് കഴിയുന്നു? അതാണ്. ഈ വാക്കുകളിലാണ് ഒരു മനുഷ്യൻ്റെ, ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് എന്ത്? വേർ വിൽ വി സ്പെൻഡ് അവർ ഇറ്റേണിറ്റി? മനുഷ്യന് ഒട്ടുമുക്കാൽ ആളുകൾക്കും ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ നിത്യത നമ്മൾ എവിടെ ചിലവിടും, അല്ലേ? എന്നാൽ അതിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ യേശുക്രിസ്തു. അവിടെ പറയുന്നത്, കർത്താവേ, ആരുടെ അടുക്കൽ ഞങ്ങൾ പോകും? പത്രോസ് പറയുന്നത് അതാണ്. നീയല്ലാതെ ഞങ്ങൾ മറ്റാരുടെ അടുക്കിലേക്കാണ് പോകേണ്ടത്? കാരണം നിൻ്റെ പക്കലാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യന് ആൻസർ ഉള്ളത്. വേറെ ആരുടെ അടുക്കലും ഇല്ല. അതുകൊണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും എന്ന് പത്രോസ് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ പത്രോസിന് പറയാമായിരുന്നു, തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല, കാരണം നല്ല കൂടെ നടന്നാൽ അപ്പമുണ്ട്, 12 കൊട്ട എക്സ്ട്രാ ഉണ്ട്, പിന്നെ മറ്റു പല കാര്യങ്ങളും സാധിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല, തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ പത്രോസ് പറയുന്നത് അങ്ങനെയല്ല. നിൻ്റെ പക്കൽ ജീവൻ്റെ, നിത്യജീവൻ്റെ വചനങ്ങളുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും? അതിന് വേറെ ഒരാൾ അതിനെ പകരക്കാരനായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ട് എന്ന് അവിടെ പത്രോസ് പറയുകയാണ്. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആദ്യത്തെ 3 സുവിശേഷങ്ങളും എഴുതിയിരിക്കുന്നത് ഏകദേശം ഒരേ കാലയളവിലാണ്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതിലൊരു പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് യേശുവിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച്. ചില വേദഭാഗങ്ങൾ മാത്രം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 വളരെ സുപരിചിതമായൊരു വേദവാക്യമാണ്. വായിച്ചാട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ ഓമന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ നൽകിയതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിൽ നാം കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ ഏറ്റവും മഹത്വമായത്, ദൈവമക്കളെ, സൗഖ്യം അല്ല. സൗഖ്യമുണ്ട്, വിടുതൽ ഉണ്ട്, ആശ്വാസമുണ്ട്. എന്നാൽ യേശുവിൽ നാം കാണേണ്ട ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ നിത്യത നമുക്ക് അവനിൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നു, ജോൺ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഒന്നുകിൽ നശിച്ചു പോകാം, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാം. ഹല്ലേലൂയ. നാം ഇവിടുത്തെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ വള്ളവും ബോട്ടെല്ലാം പിടിച്ച് നിങ്ങൾ എന്നെ തീഷ്ണതയോടെ അന്വേഷിച്ചു ഈ അല്പം ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചില വർഷങ്ങളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ അന്വേഷിക്കുകയാണോ? എന്നാൽ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒന്നുണ്ട്, നിത്യജീവൻ. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് നൽകുവാൻ വേറെ ആർക്കും സാധ്യമല്ല. അതിനെ തൻ്റെ ഓമന പുത്രനെ തന്നെ ദൈവം നൽകി. അതിലൂടെ നമുക്ക് നിത്യജീവനുണ്ട്. ദൈവമക്കളെ, നാം ഇന്ന് ഹല്ലേലൂയ ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അവൻ അതിനുവേണ്ടിയാണ് ലോകത്തെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ അയച്ചത്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. ആ സ്നേഹം, അതിനുവേണ്ടി അവൻ കൊടുത്ത വില എന്ന് പറയുന്നത് ചുരുക്കമൊന്നുമല്ല. നമ്മുടെ കർത്തൃമേശ നമ്മളിന്ന് ഹല്ലേലൂയ ഇന്ന് അതിൽ പങ്കുചേരാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും മഹത്വപരമായ കാര്യമാണ്. അവൻ ഹല്ലേലൂയ പിതാവ് തൻ്റെ ഓമന പുത്രനെ നൽകിയതിൻ്റെ ഉദ്ദേശം നമുക്ക് നിത്യജീവൻ ലഭിക്കണം.
യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും ആദ്യം നാം ഉൾക്കൊള്ളേണ്ടത് നിത്യജീവൻ. ഇവിടെ ഒരു പക്ഷേ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായേക്കാം. എന്നാൽ നമുക്ക് യേശു നേടിത്തന്നത് നിത്യജീവനാണ് എന്നുള്ളത് നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് നാം കടക്കേണ്ടതിനെ അവൻ യേശുവിനെ തന്നു. അവൻ ഓമന പുത്രനെ തന്നു. സ്തോത്രം. നമുക്ക് ഒരു ചില വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യേശു പറയുന്നു, ഇവിടെ പരീശന്മാരും അല്ലെങ്കിൽ ലീഡേഴ്സൊക്കെ ഉണ്ട്, എന്നാൽ അവർക്കത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ ഇന്നത്തെയും കുഴപ്പം അത് തന്നെയാണ്. അവർ ഈ കൂട്ടത്തിലുള്ളവരാണെന്ന് തോന്നും, എന്നാൽ പലപ്പോഴും അവർക്ക് സത്യം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്തു ചെയ്യുന്നു, എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇല്ല. ഉണ്ട് എങ്കിൽ അവൻ്റെ ആടുകളായിരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠ പദവിയാണ് കേട്ടോ. അത് നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടൊന്നല്ല, കർത്താവിൻ്റെ പ്രത്യേക കൃപ കൊണ്ടാണ് നമുക്ക് അത് സാധ്യമാകുന്നത്. വിശ്വസിക്കുവാൻ നമുക്ക് കൃപ തന്നതുകൊണ്ട്, അത് ഏറ്റെടുക്കുവാൻ നമുക്ക് ഉൾക്കൊള്ളുവാൻ നമുക്ക് ഭാഗ്യം തന്നതുകൊണ്ട് ഞാനും നിങ്ങളും അവൻ്റെ ആടുകൾ, അവൻ്റെ ജനം, അവൻ്റെ മക്കൾ, അവൻ്റെ സഹോദരന്മാർ എന്നുള്ള പദവിയിലേക്ക് എടുത്തപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, അവ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഈ ആടുകൾ ഞാൻ അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അന്നത്തെ അപ്പം അല്ലേ, 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്തിയതുപോലെ നടത്തും. ഇതെല്ലാം ഈ നിത്യജീവനിലേക്ക് നടത്തുന്നവൻ അതുവരെയുള്ള കാലത്തെ അവൻ മറക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് നമ്മെ നടത്തുവാൻ, നാം നശിച്ചു പോകാതെ അവനോടുകൂടെ നിത്യത സ്പെൻഡ് ചെയ്യണം എന്നാഗ്രഹിച്ച് ഇത്രയും വില കൊടുത്തവൻ, പൗലോസ് പറയുന്നത് പോലെ, അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതുകൊണ്ട് വിശ്വസിക്കുക, യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. തീർച്ചയായിട്ടും അവൻ നമ്മെ ജയത്തോടെ നടത്തും. സ്തോത്രം. യോഹന്നാൻ, ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ എടുത്തു കാണിക്കുന്നത് യേശുവിലൂടെ നമുക്ക് നിത്യജീവനുണ്ട്. യേശു പറയുകയാണ്, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും, അവർ നശിച്ചു പോകുകയില്ല. ഇല്ലെങ്കിൽ നാശം മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മളത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് ഏറ്റവും അധികമായിട്ട്. ഇനി 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ തന്നെയാണല്ലോ ആ ലേഖനങ്ങൾ. വായിക്കാം. 5:24 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവും സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3-ൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവം ഒരു സാക്ഷ്യം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. മനുഷ്യരുടെ സാക്ഷ്യം വലുതാണെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം എത്ര വലുത് എന്നാണ് യോഹന്നാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് അവനിൽ വിശ്വസിക്കുവാൻ കൃപ തന്നു. വിശ്വസിച്ചതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അവൻ ഒരു നിക്ഷേപം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സാക്ഷ്യം തന്നിട്ടുണ്ട്. അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ജലത്താലും രക്തത്താലും വന്നവൻ ആകുന്നു യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. അടുത്ത്, ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. ആത്മാവ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, ഒരു ടെസ്റ്റിമണി. എന്താണ് ആ സാക്ഷ്യം? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. വായിച്ചാട്ടെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3-ൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു.
ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. അവനിൽ വിശ്വസിക്കുന്നവനിൽ ഉള്ള സാക്ഷ്യം ദൈവം തന്നെ സാക്ഷി. ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആത്മാവ്, ജലം, രക്തം ഈ സാക്ഷ്യം പറയുന്നു. ദൈവം തന്നിരിക്കുന്ന സാക്ഷ്യം, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം എന്താണ്? ആ സാക്ഷ്യമോ അതിൻ്റെ 11-ാമത്തെ വാക്യം. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ആ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ളതാണ്. ബാക്കി എല്ലാം അവൻ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ എന്നും നിൽക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യമാണ് നിത്യജീവൻ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളെ 11 ശിഷ്യന്മാരും രക്തസാക്ഷികളായി തീർന്നതിൻ്റെ കാരണം, സ്റ്റെഫാനോസ് രക്തസാക്ഷികളായി തീർന്നതിൻ്റെ കാരണം, ദൈവത്തിന് വേണ്ടി നിന്നവർ ധൈര്യത്തോടെ നിന്നതിൻ്റെ കാരണം, സ്തോത്രം, അവർക്ക് ജീവിതത്തിൽ പേടിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഹല്ലേലൂയ ഇവിടെ കുറച്ച് നാൾ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്നാൽ അവർ കണ്ട യേശുവിൽ അവർ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അവർക്ക് നിത്യജീവനുണ്ട്. ഈ ലോകത്തിനോ ഒരു വ്യക്തിക്കോ മറ്റാർക്കുമോ തരാൻ കഴിയാത്ത ഒന്ന് അവർ യേശുവിൽ കണ്ടു. ഹല്ലേലൂയ. നമുക്ക് അത് കണ്ട് യേശുവിനെ പിൻപറ്റുവാൻ കഴിയുമോ? സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 അതുപോലെ തന്നെ ഈ വള്ളം കയറി യേശുവിനെ ഡെലിബറേറ്റ്ലി സെർച്ച് ചെയ്തതുപോലെ സെർച്ച് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് നിക്കോദെമോസ്. രാത്രിയിലാണ് അവനെ അന്വേഷിച്ച് വന്നത്. അവനോടാണ് യേശു പറയുന്നത് എന്ത്? ഹല്ലേലൂയ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിനെ അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അന്വേഷിക്കുന്നവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, അതും സത്യം അന്വേഷിക്കുന്നവന് ദൈവം കൊടുക്കുന്നതാണ് നിത്യജീവൻ. നമ്മുടെ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ടായിരിക്കണം. വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അനേകരോട് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും യേശുവിൽ വിശ്വസിച്ച് ഞായറാഴ്ചയെല്ലാം ആരാധിച്ച് മരിക്കുന്നവരെ ജീവിക്കണം. ഇതാണ് കാര്യം. നിത്യയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ള ആഗ്രഹം വളർന്നു വന്നെങ്കിൽ മാത്രമേ, നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മിൽ വർദ്ധിച്ചു വന്നെങ്കിൽ മാത്രമേ, യേശുവിൽ നമ്മൾ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി നിത്യത കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശു ചെയ്തത് എന്താണെന്നുള്ളതിൻ്റെ ആ പൂർണ്ണത മനസ്സിലാകത്തുള്ളൂ. അവൻ കാൽവരിയിൽ വില കൊടുത്തത്, അവൻ ഈ താണഭൂമിയിൽ വന്നത് നമുക്ക് ഇവിടെ നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് എല്ലാവരുടെയും ചിന്ത അതാണ്. എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ. ഇവിടെ നന്നായിട്ട് നമ്മുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഓ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്, ദൈവമക്കൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്നുള്ളത് നമ്മുടെ ദൈവം നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ട്. അവനിൽ ക്ലിങ് ചെയ്താൽ, അവനോട് ചേർന്ന് നിന്നാൽ അവൻ ഒരു കുറവുമില്ലാതെ ജയത്തോടെ നടത്തും. കാരണം ഇവിടെയും അവൻ മധ്യായവൻ എന്നവൻ തെളിയിക്കും. ഇവിടെയും നമ്മുടെ കൂടെ നിന്ന് അവൻ്റെ തേജസ്, അവൻ്റെ ശക്തി, അവൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുവാൻ അവൻ ചിലത് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അതിൽ കുറവില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭം. ഹല്ലേലൂയ. നിത്യത മാത്രമേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൂ. നിത്യത മാത്രമേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൂ. ഇവിടെ ഞാൻ എൻ്റെ ദൗത്യം ചെയ്യുന്നു, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. എന്നാൽ എനിക്ക് പ്രോഫിറ്റ് ഉള്ളത് ഹല്ലേലൂയ ഇവിടെയല്ല. അതിനുവേണ്ടി കർത്താവ് വില കൊടുത്തിട്ടുണ്ട്. അതെനിക്കുള്ളതാണ്. അത് മുഴുവനും എൻ്റേതാണ്. ഞാനും നിങ്ങളും ആ പ്രതീക്ഷയിൽ, ആ പ്രത്യാശയിൽ ആയിരിക്കട്ടെ. സ്തോത്രം. നമുക്ക് കർത്തൃമേശ നമ്മുടെ മുന്നിലുണ്ടല്ലോ. 6-ാം അധ്യായത്തിൻ്റെ തന്നെ 53-54 വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ യേശുവിൽ കണ്ട ആ നിത്യജീവൻ അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത് കടന്നു വരണമെങ്കിൽ യേശു പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ വാക്കുകളാണ്
കഠിന വാക്കുകളെന്ന് പറഞ്ഞ് പലരും തള്ളിയത്. ഈ വാക്കുകളാണ് ജീവനും ആത്മാവും ഉള്ളത്. ഈ വാക്കുകളാണ് പൗലോസ് പറഞ്ഞത്, അപ്പസ്തലനായ പത്രോസ് പറഞ്ഞത്, നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ മൊഴികളുണ്ടല്ലോ. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത്? കർത്തൃമേശ പലരും ഇന്ന് ആദ്യത്തെ സൺഡേ നമുക്ക് ഒരു കർത്തൃമേശയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, നമ്മെ നിത്യതയിലേക്ക് നടത്തുന്നതാണ് ഈ കർത്തൃമേശ. ഹല്ലേലൂയ. അതിലേക്ക് നമ്മെ നടത്തുന്നതാണ് ഇതിൽ അംഗമാകുവാൻ കഴിയുക എന്നുള്ളത്. സ്തോത്രം. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആമേൻ. ഇവിടെ എൻ്റെ രക്തം പാനം ചെയ്യുകയും എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവൻ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഞായറാഴ്ച വന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച വന്ന് അതിൽ പങ്കെടുക്കുക, അപ്പം പോവുക അല്ല. ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയുടെ നറിഷ്മെൻറ്റിന് എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ യേശുവിൻ്റെതായ യേശു നമ്മുടെ ആത്മീയ ഭക്ഷണമായിട്ട് മാറണം. കർത്തൃമേശ എടുത്ത് പോയതുകൊണ്ടായില്ല, അല്ലേ? നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് നിത്യം ജീവിക്കാൻ പറ്റത്തില്ല. നാം ഇവിടെ അതിനെ സിമ്പിളായിട്ട്, അതിനെ കാണിച്ചു തരുന്നതായ, ഇതാണ് എൻ്റെ ജീവിതമെന്ന് അറിയിക്കുന്നതായ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്ന് മാത്രം. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഞാനും നിങ്ങളും യേശുവിനെ ആത്മീയ വളർച്ചയ്ക്കായി ഭക്ഷിക്കുന്നവരാകണം. ഇവിടെ മാത്രം ഭക്ഷിച്ച് ഇന്ന് കുഴപ്പമില്ല, ഇനി അടുത്ത കർത്തൃമേശയ്ക്ക് നോക്കാമെന്ന് പറയുന്നവർ അല്ല യേശുവിനെ ഭക്ഷിച്ച് ജീവിക്കുന്നവർ. നമ്മുടെ ജീവിതം ഇവിടെ അതിൻ്റെ ഒരു മോഡൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതം, നമ്മളിത് കഴിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക്, എൻ്റെ നിത്യജീവന് ഞാൻ എന്നും യേശുവിനെ ഭക്ഷിക്കുന്നവരായിരിക്കും. അവൻ്റെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. അവൻ്റെ സ്തോത്രം മരണവും അവൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കും. ഞാൻ വിശ്വാസത്താൽ അത് ഏറ്റെടുക്കും. അവൻ പറയുന്നത് ഞാൻ ചെയ്യും, അവനോടുകൂടെ ഞാൻ ജീവിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു സിമ്പലാണ് ഇന്ന് നമ്മൾ ഇവിടെ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു തീരുമാനമാകട്ടെ, ഒരു കമ്മിറ്റ്മെൻ്റ് ആകട്ടെ. എൻ്റെ യേശുവിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. ഞാൻ അവനെ ഭക്ഷിക്കും, ഞാൻ അവനെ പാനം ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ച് അതുമാത്രം, ഞാൻ കർത്തൃമേശ പങ്കെടുത്തു, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇന്ന് ചിലർ പറയും, ഞാൻ കത്തോലിക്ക എന്നൊക്കെ വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു കേൾക്കാം, ഈ കുർബാന അല്ല യൂക്കറിറ്റ്സ് അതൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ പറയും, അന്ന് തുപ്പരുത്, കാരണം തുപ്പിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അംശങ്ങൾ പോവുകയാണ്. അതാണ് അവരുടെ ചിന്തയിൽ. ഇത് കഴിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞ് വേറെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയാണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇത് അത്ര നേരത്തേക്കേ ഉള്ളൂ. എന്നാൽ നമ്മളിത് കഴിക്കുന്നത് അങ്ങനെയല്ല, അല്ലേ? ഇത് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് അറിയാമോ? നമ്മളെല്ലാവരും സ്നേഹചുംബനത്തിൽ ഏർപ്പെടുക. അതൊരു 15 നിമിഷം കഴിഞ്ഞാലും 20 നിമിഷം കഴിഞ്ഞാലോ ഈ സ്നേഹചുംബനമൊക്കെ അങ്ങ് പോകും, അല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മളിത് കഴിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു കമ്മിറ്റ്മെൻ്റാണ്, അവനോടുകൂടെ ചേർന്ന് ജീവിക്കാനായിട്ട്. എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് യേശു ക്രിസ്തുവാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഏറ്റെടുക്കുന്നതിനെയാണ് കർത്തൃമേശ എന്ന് പറയുന്നത്. സ്തോത്രം. രണ്ടാമതായിട്ട് യേശുവുമായിട്ടുള്ള ഒന്ന് എൻ്റെ നരിഷ്മെൻറ്റിന്, അതായത് ആത്മീയ വളർച്ചയ്ക്ക് യേശു ക്രിസ്തുവാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് അവൻ്റെ ടീച്ചിങ്സ്, അവൻ്റെ സാക്രിഫൈസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അംഗമാകുന്നു, പങ്കെടുക്കുന്നു. രണ്ടാമത് അവനോടുകൂടെ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, അതായത് ഇൻറ്റേർണലൈസ് അവൻ്റെ പഠിപ്പിക്കലുകൾ, അവൻ്റെ ടീച്ചിങ്ങുകൾ ഞാൻ എന്തോ ചെയ്യണം? ഇൻറ്റേർണലൈസ് ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ചിലർ ഇത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും, എന്നിട്ട് അസുഖം വരുമ്പോൾ അതെടുത്ത് കഴിക്കും, അസുഖം മാറാൻ ടാബ്ലറ്റ്, പാനഡോൾ. ഇതല്ല.
ഇത് ഹല്ലേലൂയ, ഇത് എന്നും ഞാൻ അവനോടുകൂടെ അവൻ്റെ പ്രിൻസിപ്പിളുകൾ, അവൻ്റെ പഠിപ്പിക്കലുകൾ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കമ്മിറ്റ്മെൻ്റാണ് ഇന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. സ്തോത്രം. ഇൻറ്റേർണലൈസ്, അതുപോലെ തന്നെ ഹല്ലേലൂയ, അവനുമായുള്ള ആഴമേറിയ ബന്ധം, ഡീപ്പ് അബൈഡിങ്. യേശുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ ഒരു ചിഹ്നമാണ് അവൻ്റെ ശരീരം ഭക്ഷിക്കുക, അവൻ്റെ രക്തം പാനം ചെയ്യുക എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല എന്താണ് ചില ആളുകൾ തീരുമാനമെടുക്കുന്നത് എന്താണ്, കയ്യിൻ്റെ ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുത്ത് ബ്ലഡ് പുരട്ടി ഞാൻ തീരുമാനം, അല്ലേ, ഓത്തെടുക്കുന്നതൊക്കെ, ഞാൻ അവരെ നശിപ്പിക്കും എന്നൊക്കെ. അത് ബ്ലഡിന് അത്രയും വിലയാണ്. ഇവിടെ യേശു തൻ്റെ രക്തം മുഴുവനും ചൊരിഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ ഈ രക്തത്തിലാണ് നമുക്ക് വീണ്ടെടുപ്പുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, ഇതിലല്ലാതെ നമുക്ക് രക്ഷയില്ല. യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നോക്കാൻ യേശു അല്ലാതെ ഒരു മാർഗമില്ല. യേശുവിനെ മാറ്റി നിർത്തി പിതാവിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ, അവൻ്റെ നാമത്തിൽ കൂടിയെങ്കിലേ അതിന് കാര്യമുള്ളൂ. 2 പേർ ഐക്യബന്ധിപ്പെട്ട്, അല്ലേ, എൻ്റെ നാമത്തിൽ ചോദിക്കുക, അവൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അവൻ ഒരുവൻ മാത്രമേ, അല്ലേ, സകലത്തിന് യോഗ്യനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും? അതിന് വേറെ ഒരു പകരക്കാരൻ ഇല്ല. അപ്പോൾ അവനുമായിട്ടുള്ള ഏറ്റവും ആഴമേറിയ ഒരു ബന്ധം, അതുമാത്രമല്ല അവൻ്റെ ആ സ്തോത്രം, ആ സാക്രിഫൈസിലൂടെ, അവൻ്റെ ആ യാഗത്തിലൂടെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവർ വരുന്നുണ്ട്. നമ്മിൽ ഒരു രൂപാന്തരം നടക്കുന്നുണ്ട്. നമ്മൾ അവനോട് ചേർന്ന് നിൽക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ആ സാക്രിഫിഷ്യൽ ഡെത്ത് അത് നമ്മിൽ കൊണ്ടുവരുന്ന രൂപാന്തരമുണ്ട്, നമ്മെ മാറ്റിയെടുക്കുന്നുണ്ട്. ഞാനും നിങ്ങളും മാറേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും പുതുകേണ്ടത് ആവശ്യമാണ്. ദൈനംദിനം അവൻ്റെ തേജസ് അണിയേണ്ടത് ആവശ്യമാണ്. അവനോട് കൂടി ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ചെയ്തതുപോലെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതുപോലെ ഞാനും നിങ്ങളും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതാണ്. സ്തോത്രം. ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് സൗഖ്യമുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ നാം എന്താണ്, ഒന്നായിരിക്കണം. അല്ലേ, 1 കൊരിന്ത്യർ 10 അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ചാട്ടെ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? സ്തോത്രം. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? സ്തോത്രം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. അപ്പം, ഹോളി കമ്മ്യൂണിയൻ നമ്മൾ എടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനും അവനുമായുള്ള ആഴമേറിയ ബന്ധം. മാത്രമല്ല അവൻ്റെ ഈ ത്യാഗത്തിലൂടെ എന്നിൽ സംഭവിക്കുന്ന ആ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ചിന്തിക്കണം, ഞാനിത് കഴിച്ചു കടന്നു പോകുന്നു, ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ നല്ലപോലെ കുളിച്ച് കഴിയുമെങ്കിൽ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് വന്ന് ഇത് കഴിച്ച് അങ്ങ് പോവുക. നോ, വി ആർ മിസ്റ്റേക്കൺ ഇഫ് വി ആർ ഡൂയിങ് ദാറ്റ്. മറിച്ച് ഇതിൽ പങ്കെടുക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം ഞാൻ പാനം ചെയ്യുകയാണ് എന്നുള്ള ആ അടിസ്ഥാനത്തിൽ ഞാനും അവനുമായുള്ള ബന്ധം അത് ആഴമേറിയൊരു ബന്ധമാണ്. അല്ലേ, ആ മുന്തിരിവള്ളിയിലെ ശാഖകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ ഉള്ളൊരനുഭവം. മാത്രമല്ല ആ യാഗത്തിലൂടെ എന്നിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിൽ ഒരു മാറ്റം സംഭവിക്കണം, ദൈനംദിനം മാറ്റം സംഭവിക്കണം. ഞാൻ പുതുതായി തീരണം, ഞാൻ തേജസ്സുള്ളവനായി മാറണം, അവനെപ്പോലെയാകണം. സ്തോത്രം. ഇതിലൂടെ അത് സംഭവിക്കണം. ആ ത്യാഗത്തിൻ്റെ, ആ യാഗത്തിൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ദാറ്റ് ഷുഡ് വർക്ക് ഇൻ ആൻഡ് ത്രൂ അസ്. നമ്മിലൂടെ അത് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല മൂന്നാമതായിട്ട് അപ്പം ഒന്നായിരിക്കുന്ന പോലെ വായിച്ചാട്ടെ ഒന്നുകൂടെ. 1 കൊരിന്ത്യർ 10, 16, 17 വാക്യങ്ങൾ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ ഈ അപ്പം, ഈ നുറുക്കുന്ന അപ്പം, ഈ കഴിക്കുന്നതായ പാനപാത്രം, ഇത് അവൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയായതുകൊണ്ട് നാം തമ്മിലുള്ള ബന്ധം, ആ മെമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും ദൃഢമായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അപ്പം ഒന്ന് ആയിരിക്കും. വായിച്ചാട്ടെ.
17. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നു. ഇത് ഈ ഒരേ അപ്പം എന്തിനാണ് ഒരേ അപ്പം തന്നെ വാങ്ങിക്കൊണ്ടുവന്നത്? ഈ ഒരേ അപ്പത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, ബലഹീനനായവനുണ്ടാകും, നല്ല ശമ്പളമുള്ളവനുണ്ടാകും, അല്ലെങ്കിൽ ഹല്ലേലൂയ സൗന്ദര്യമുള്ളവരുണ്ടാകും, സൗന്ദര്യം അല്പം കുറഞ്ഞതുണ്ടാകും, തലയിൽ മുടിയില്ലാത്തവരുണ്ടാകും എന്നെ പോലെ. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ അപ്പം ഒന്നായിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഭക്ഷിക്കുന്നവരെല്ലാം ഒന്ന് എന്ന് കരുതുവാൻ കഴിവുള്ളവന് മാത്രമേ ഇതിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുള്ളൂ. അപ്പം ഒന്നായിരിക്കുന്ന പോലെ കുറവുകളുണ്ടാകാം, എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് എന്ന് എണ്ണാം. ഞാൻ അതിനെ കമ്മിറ്റഡ് ആണ് എന്ന് പറയുകയാണ് നാം ഇതിൽ അംഗമാകുമ്പോൾ ചെയ്യുന്നത്. സ്തോത്രം. എന്തെല്ലാമാണ് ചെയ്യുന്നത്? 3 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. നാം കർത്തൃമേശയിലേക്ക് അടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 1, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ആണ് എൻ്റെ ആത്മീയ ഭോജ്യം, ഭക്ഷണം എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഞാൻ എൻ്റെ ബോഡി, എൻ്റെ ശരീരം ഞാൻ ഭക്ഷണം കഴിച്ച് അതിനെ പോഷിപ്പിച്ച് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ എൻ്റെ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, അവൻ്റെ യാഗത്തിലുള്ള ആ ശ്രേഷ്ഠത മനസ്സിലാക്കി വിശ്വാസത്തോടെ ഞാൻ അതിൽ നിന്ന് എപ്പോഴും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറണം. ഞാൻ മാറും എന്നുള്ളതിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് ഞാനിതിൽ നിന്നും ഭക്ഷിക്കുന്നത്. 2, ഞാൻ അവനോടുകൂടെ ചേർന്നിരിക്കും. ഒരു മുന്തിരിവള്ളി ചേർന്നിരിക്കുന്നത് പോലെ ഞാൻ ചേർന്നിരിക്കും. ഐ വിൽ അബൈഡ് ഇൻ ഹിം. ഞാൻ അവനോടുകൂടെ ചേർന്നിരിക്കും. അതോടുകൂടെ തന്നെ അവൻ്റെ ഈ യാഗത്തിൽ നിന്നും എനിക്കാവശ്യമായ ട്രാൻസ്ഫോർമേറ്റീവ്, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി എന്നിൽ വന്നുകൊണ്ടിരിക്കും. അത് എന്നെ ദൈനംദിനം മാറ്റിക്കൊണ്ടിരിക്കും, എന്നെ പുതിയ വ്യക്തിയാക്കിക്കൊണ്ടിരിക്കും, അവനോടുള്ള ആഴമേറിയ ബന്ധത്തിൽ എന്നെ വളർത്തിക്കൊണ്ടിരിക്കും എന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ളവർ. 3, സ്തോത്രം, അപ്പം ഒന്നായിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് ഭക്ഷിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്നാണെന്ന് ഗ്രഹിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്ന. വ്യത്യാസങ്ങൾ കാണാം, ഡിഫറൻസുകൾ ഉണ്ടാകാം, എന്നാൽ അതിനെ എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് എന്ന് പറയുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് ഇതിലൂടെ കാണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ സമയം എത്രയും പെട്ടെന്ന് 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ അത് പറഞ്ഞു 23 മുതലുള്ള വാക്യങ്ങൾ മതി.